ഹലോ ചങ്ങാതിമാരെ, ഞാൻ പ്രകാശൻ, കൊല്ലങ്കോട്. നമ്മളൊന്ന് നമ്മുടെ കുതിര, അവളുടെ പേര് റോസി എന്നാണ്. അപ്പോൾ ഇവളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരമായി, ഇവിടെ രാവിലെ ഇവിടെ കെട്ടിയിട്ടിട്ട് ഞാനിപ്പോൾ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇവളുടെ ചുഴിയും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പിന്നെ ഇവള് റോസിനെ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് ഇപ്പോൾ 3 വർഷമായല്ലോ. 3 വർഷത്തിൽ ഞാൻ ഇടയ്ക്ക് കുളമ്പൊക്കെ ഒന്ന് ചെത്തി കൊടുത്തു. കുളമ്പിൻ്റെ കാര്യം പറയുമ്പോൾ അതായത് കാണിച്ചു തരാം. അത് വന്നിട്ട് ഇതണ്ട കുളമ്പ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ചെത്തി വിട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് ഈ ഭാഗം ഇതുപോലെ ചെത്തി വിട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് 4 കാലും ഞാൻ ചെയ്തിരിക്കുന്നത്. കുളമ്പ് വന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതണ്ട ഇങ്ങനെ കറക്റ്റ് ഹൈറ്റിൽ നിൽക്കണം. അല്ല, വളർത്തുന്നവർ ചെയ്തൊരു ചെറിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളമ്പ് ചെത്താണ്ട് വിട്ടിട്ട് ലാസ്റ്റ് ഈ കുളമ്പിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം അങ്ങനെ ഈ ഭാഗം മറ്റും ഇങ്ങനെ നീണ്ടു നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസങ്ങൾ കൂടുമ്പോൾ 4 കാലം ഒന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെത്തി വിടണോ എന്തൊക്കെയാണ് ലെവൽ നോക്കണം. പിന്നെ നമ്മൾ ഡെയിലി കാലിൽ വന്നിട്ട് ഇടയ്ക്കൊന്ന് ഒരു 1.5 അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ കാലിൻ്റെ അടിയിലൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത് നോക്കി വരെ നോക്കണം. വല്ല ആണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കുത്തി കയറി ഉണ്ടെങ്കിൽ അറിയില്ല. അത് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ കാലിൽ ഉള്ളിൽ പഴുപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ. കാരണം കുതിരനെ പൊറുത്തവർക്ക് ഈ കുളമ്പ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതിലെന്തെങ്കിലും അടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാവും. അതിന് നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ 4 കുളമ്പും കറക്റ്റായിട്ട് ചെത്തിവിട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് 3 കൊല്ലമായല്ലോ. അപ്പോൾ 3 കൊല്ലത്തിൽ ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. അതായത് ഒരിക്കൽ കുട്ടിയായിട്ട് കൊണ്ടുവന്ന ഒരു 5-6 മാസം അതിന് ശേഷം ഞാൻ കാലൊന്ന് ഒപ്പുപോക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ വേനൽക്കാലത്തിൻ്റെ ആ ഒരു സമയത്ത് കഴിഞ്ഞ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ മുന്നിൽ കാലൊക്കെ പ്രത്യേകം ചെത്തി കറക്റ്റ് ലെവലിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് ലാടം അടിക്കണ്ടേ എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇപ്പോൾ ലാടം അടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കുതിരകൾക്ക് ലാടത്തിൻ്റെ ശരിക്കും ആവശ്യമില്ല. നമ്മൾ മെയിൻ റോട്ടിൽ, ഇപ്പോൾ ടാർ റോട്ടിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് അങ്ങനെ റോട്ടിൽ വണ്ടി കെട്ടിയിട്ട് ഡെയിലി ഒരു 4-5 കിലോമീറ്ററൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലാടം അടിക്കണം. പക്ഷെ നമ്മുടെ വീട്ടിലിങ്ങനെ നമ്മുടെ വീട്ടിലൊരു അംഗം പോലെ നോക്കി വളർത്തുന്ന കുതിരകൾക്ക് ലാടത്തിൻ്റെ ആവശ്യമില്ല. കാരണം അത് കൂടുതലും ടൈമും പറമ്പിലാണ് നടക്കുന്നത്. അതുകൊണ്ട് കാലിൽ അത്ര പെട്ടെന്ന് തേയില്ല. പിന്നെ റോട്ടിൽ വല്ലപ്പോഴൊക്കെ നടക്കുള്ളൂ. അപ്പോൾ കുളമ്പ് എന്തായാലും വളരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പരിധി കൂടുതലായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെത്തി ഒപ്പുവാക്കി ആ കറക്റ്റ് സ്ട്രൈറ്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് നടക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ നല്ല ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകും. അതേസമയത്ത് കുളമ്പ് ഒരുപാട് ദൂരം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് ഈ കുളമ്പ് കറക്റ്റായിട്ട് നമ്മൾ കുളമ്പ് ഇങ്ങനെ നിൽക്കണം. ഇതാണ് കുളമ്പിൻ്റെ ഒരു രീതി. നമ്മൾ ഈ കുളമ്പ് ചെത്താണ്ട് വിടുമ്പോൾ പൊതുവെ ഒരു പരന്നിട്ട് കാല് ഇങ്ങനെയാവും. ഇങ്ങനെ പരന്ന് വരുന്ന സമയത്ത് കുതിര നിൽക്കുന്നത് തന്നെ നമ്മളിങ്ങനെ ഒരു വ്യത്യാസ രീതിയിലാണ് നിൽക്കുക. അത് കാണാൻ നന്നായിട്ടുണ്ടായില്ല, കുതിരയ്ക്കും കേടാണ്. പിന്നീട് അത് ചത്തി എടുക്കാൻ ബുദ്ധിമുട്ട് കൂടുതലാണ്. അതുപോലെ പിന്നെ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ ഇതിലൂടെ ചെയ്യേണ്ടത്, നമ്മുടെ ഈ തലപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടയ്ക്കൊന്ന് തലപ്പ് ഒപ്പുവാക്കി വിടണം. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് തലപ്പ് ഇങ്ങനെ എടുത്ത് വിടുക. തലപ്പ് ഇങ്ങനെ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ മുടി വളരുമ്പോൾ നല്ല ചന്തം ഉണ്ടാകും. മുടി ഒരിക്കലും നിങ്ങൾ വെട്ടണ്ട. കാരണം കുതിരൻ്റെ കഴുത്തിൽ മുടിയാണ് ചന്തം കുതിരയ്ക്ക് എപ്പോഴും. അതുപോലെ ഈ നമ്മൾ കുതിര പുതിയതായിട്ട് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിരനെ നോക്കാൻ പോകുന്ന സമയത്ത് മുതുകുണ്ട്. മുതുകിനെ കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം. മുഖ്യ കുതിരകളും നമ്മൾ ഇപ്പോൾ 3, 4, 5 വയസ്സായ കുതിരകളിലൊക്കെ നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ വളർത്തിയവർ പുറത്ത് കയറി ഇരുന്നിട്ട് നേരെ നോക്കാണ്ട് നട്ടിലൊക്കെ വളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കണമെങ്കിൽ. അതുപോലെ ഈ നെറ്റിയിൽ മുടി ഉണ്ടാവും. ആ നെറ്റിയിൽ മുടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് വിടാം. ബാക്കി നിൽക്കണം മാറി. പിന്നെ വാല് ഇതുപോലെ വൃത്തിയായിട്ട് എപ്പോഴും നോക്കണം. നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചീറ്റിയൊക്കെ കൊടുത്തിട്ട് നോക്കി. ഇതിപ്പോൾ ഈ വേനൽക്കാലത്ത് മേയുന്ന സമയത്ത് കാക്ക വന്നിട്ട് കൂട് കെട്ടുമ്പോൾ വാലിൻ്റെ തലപ്പൊക്കെ കൊത്തിയിട്ട് പോയിട്ടാണ് ഇതിൻ്റെ കനം കമ്മിയായിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയല്ല, നല്ല താഴ്ചയുണ്ടാവും, നല്ല കനവും ഉണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്കൊന്ന് കുളിപ്പിക്കുക. അതുപോലെ ഇതിൻ്റെ ഒരു തുടച്ചു കൊടുക്കുന്നൊരു സാധനമുണ്ട്, അതുകൊണ്ട് തുടച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ ഈ ചെവിയുടെ ഇടയിൽ ഈ ഉള്ളിലൊക്കെ ചളിയുണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ വളർത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. എനിക്കിപ്പോൾ ഇതുവരെ ഇത് കൊണ്ടൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല.
എന്നെക്കാട്ടാ നമ്മളിപ്പോൾ ഒരു എങ്ങനെ പറയുക ഒരു ഇതേപോലെ പറമ്പ് നിറയുള്ള ആൾക്കാർ ഒരു 1 ഏക്കറയോ 2 ഏക്കറയോ അല്ലെങ്കിൽ അങ്ങനെ 1 ഏക്കറിൻ്റെ താഴെയായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറമ്പുകളൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ ഇതുപോലെ ഒരു കുതിരനെ വാങ്ങിച്ച് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറമ്പ് കിളയ്ക്കുക അല്ലെങ്കിൽ പുല്ല് വെട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അവിടെ ഉദിക്കണേ ഇല്ല. കാരണം ഇത് മേഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ശരിക്കും നമ്മൾ മുഷയും കൊണ്ട് പുല്ല് അടിച്ച പോലെ പുല്ലും വെട്ടിയ പോലെ ഉണ്ടാകും. അത്രയും വൃത്തിയായിട്ടാണ് ഇത് മേയുക, വേരടക്കം പിടിങ്ങി തിന്നും. പിന്നെ ഇത് ഇപ്പോൾ 1 ഏക്കർ സ്ഥലമൊക്കെ ഉള്ള ആൾക്കാരുടെ വീട്ടിലിപ്പോൾ ഫ്രീ ആയിട്ട് വിടാം. ചുറ്റും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേലി ചാടി എവിടെയും പോവുകയൊന്നുമില്ല. അത് സുഖമായിട്ട് അവിടെ തന്നെ മേഞ്ഞിട്ട് അതിന് വേണ്ട അത് എല്ലാവരുടെയും മേഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചാൽ വരും. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഷീറ്റ് ഒരു ഇങ്ങനെ ഒരു 8 കെട്ട് 4 കാല് നാട്ടിങ്ങനെ മുകളിൽ വെറുതെ ഒരു ഷീറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മേഞ്ഞ് കഴിഞ്ഞാൽ ഇത് കെട്ടിയിടേണ്ട ഒരാവശ്യം ഇതിന് വരുന്നില്ല. ഇത് മേഞ്ഞ് അവൻ്റെ പണി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 2-3 ദിവസം നിങ്ങൾ ആ ഷെഡിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സമയമാകുമ്പോൾ അത് കറക്റ്റായിട്ട് അതേ വന്ന് ആ ഷെഡിനുള്ളിൽ വന്ന് നിൽക്കും. വേറെ അതിന് പ്രത്യേകിച്ച് നമ്മളൊരു സമയം കാണേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ വിളിച്ചാൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ ശീലിച്ചോളും. പിന്നെ നിങ്ങൾ എപ്പോൾ വിളിച്ചാലും അത് കൂടി വരും. അങ്ങനെ അത് ചിലവ് വളരെ കമ്മിയായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കുതിര. മറ്റുള്ള ഇപ്പോൾ മാടിനോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിനെ കൊണ്ടിട്ട് ഇപ്പോൾ പുല്ലരിയണം അല്ലെങ്കിൽ കടയിൽ പോയിട്ട് പിണ്ണാക്ക് വാങ്ങിക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. മര്യാദയ്ക്ക് ഇതിന് നല്ലോണം സ്ഥലം ഉണ്ടെങ്കിൽ മേച്ചാലേ മതി. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. അതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് കൊള്ള്. നിങ്ങൾ കുതിരയ്ക്ക് കൊള്ള് കിലോ കണക്കിന് കൊടുക്കും, 1 കിലോ കൊടുക്കും, 1 കിലോ കൊടുക്കും, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന കുതിരയ്ക്കൊന്നും ഒരാളും കൊള്ളും പയറൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. അതൊക്കെ റേസിന് നമ്മൾ ഓട്ടപ്പന്തയതൊക്കെ പോകുമല്ലോ. അപ്പോൾ റേസിന് കൊണ്ടുപോകുന്ന കുതിരകളിലേക്ക് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് റേസ് നടക്കുകയാണെങ്കിൽ നമ്മൾ 1 മാസം മുന്നേ തന്നെ ഇപ്പോൾ കൊള്ളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ധാന്യങ്ങൾ എന്തും കൊള്ളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുക. ധാന്യങ്ങൾ ഏതും കൊടുക്കാം. അപ്പോൾ കൊള്ളു കൊടുക്കുന്നത് തന്നെ മെയിനായിട്ട് ഇതിന് ഹീറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് ബോഡി നല്ലോണം ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊള്ളു ഡെയിലി ഒരു 1/2 കിലോ വെച്ച് കൊള്ളു പുഴുങ്ങിയിട്ട് കൊടുത്തിട്ട് രാവിലെയും വൈകുന്നേരം ഇതിനെ ഓടിക്കും. അങ്ങനെ ഓടിച്ച് 1 മാസമോളം ഇങ്ങനെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്ത് ഡെയിലി ഇതുപോലെ കൊടുത്ത് ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ ബോഡി നല്ല ഹീറ്റാവും, നല്ല ടെമ്പറാവും. അപ്പോഴാണ് ഓട്ടപ്പന്തയത്തിനൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്പീഡിൽ ഓടിയിട്ട് അത് പ്രൈസൊക്കെ വാങ്ങിക്കുന്നത്. പ്രൈസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുതിരകൾക്കൊക്കെ നല്ല റേറ്റ് കിട്ടും. പിന്നെ ഇത് എടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മതി. എടുത്തിട്ട് പിന്നെ നോക്കാൻ വയ്യ അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങൾ ഉള്ളവർ വാങ്ങിക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടും പരിസരത്ത് ഇതുപോലെ പഞ്ചയിടാണ്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നിറയെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല, ഒരു ചിലവുമില്ല. സുന്ദരമായിട്ട് ഒരു 20 അടി നീളമുള്ള ഒരു കയർ, ഇതുപോലത്തെ ഒരു 20 അടി നീളമുള്ള ഒരു കയറുമായിട്ട് സുഖമായിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിയിട്ട് അതിന് വേണ്ടത് അത് കഴിച്ചോളും. വേറെ ഒരായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. പുല്ല് മാത്രം അതിന് വേണ്ടത് അത് തിന്നിട്ട് വരും. നമ്മൾ വീട്ടിൽ വേണ്ടതൊന്നും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ചിലവേ ഇല്ലാത്തൊരു ഐറ്റമാണ് കുതിര, പ്രത്യേകിച്ച് നാട്ടുകുതിര. ഇത് നാട്ടിൻ്റെ ചെറിയൊരു ക്രോസാണ്, എന്നാലും നാട്ടുകുതിരകൾക്ക് ഒരു ചിലവുമില്ല നിങ്ങൾക്ക് സുന്ദരമായിട്ട്. അതുപോലെ ഒരു ചിലവില്ലാത്തൊരു സംഭവമാണ്. അതുമാത്രമല്ല കുതിര മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല, നമ്മളുടെ ഒരു വീട്ടിലെ അംഗത്തിനെ പോലെ നമുക്ക് നോക്കാൻ പറ്റുന്നൊരു സാധനമാണ് കുതിര. പ്രത്യേകിച്ച് ചിലവുകളില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ മാടാണെങ്കിൽ ഒരു തൊഴുത്ത് പണിയണം. പിന്നെ മാട് തൊഴുത്തിൽ വളവിട്ടാലും മൂത്രം ഒഴിച്ചാലും അതിൽ തന്നെ കടന്നു ഉരുളും. കുതിര അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യില്ല. കുതിര വളവിടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി വളവിട്ടിട്ട് മാറി നിൽക്കും. മൂത്രം ഒഴിക്കലിനും അതിനൊരു സ്ഥലം അത് തനിയെ കണ്ടെത്തും. അല്ലാണ്ട് അതിന് മുകളിൽ തന്നെ കടന്നു ഉരുളില്ല ഒരിക്കലും. അങ്ങനെ വൃത്തിയും വെടുപ്പുള്ളൊരു ഐറ്റമാണ് കുതിര. എടുക്കുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ധാരാളം വളർത്താം. നമ്മുടെ കേരളത്തിൽ പൊതുവെ കുതിര വളരെ കമ്മിയാണ്. അപ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ട്. അതായത് ആ കുതിര വാങ്ങിച്ചാൽ നമുക്ക് നോക്കാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, സുന്ദരമായിട്ട് വളർത്താം. മറ്റുള്ള നാട്ടുകളിനെ കുറിച്ച് നിങ്ങൾ നോക്കി ഇപ്പോൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ നമ്മുടെ കേരളത്തിന് പുറമേയുള്ള മുഖ്യ നാട്ടുകളിൽ ഇഷ്ടംപോലെ കുതിരകളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രം ഒരുപാട് ആൾക്കാർക്കും ഈ കുതിരനെ ഒന്നാമത്തെ നോക്കാൻ മടി, രണ്ടാമത്തത് പല ആൾക്കാർക്കും ഒരുപാട് ചിലവുകളുണ്ട്. കുതിരനെ നോക്കാൻ നമ്മളെ കൊണ്ട് താങ്ങില്ല. ഒരു ചിലവുമില്ല, സുന്ദരമായിട്ട് വാങ്ങിച്ച് വളർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അടുത്ത 1-2 വീഡിയോകളൊക്കെ ഞാനിതിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാണുന്നവർ അത് മുഴുവനും കാണുക. അപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ കുളമ്പിനെ കുറിച്ചും പിന്നെ അത് എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് റിട്ടേൺ ചോദിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കും.